Assalamu alaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi al-faizin. Amma ba'd. സമാധാനീയരായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, SYS പുത്തൻതാണി സോൺ പ്രാർത്ഥനാ സംഗമവും സമരസംഗമവും ഇവിടെ നടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് SYS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SYSൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക്, SYSൻ്റെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ വീടുകൾ സ്ഥാപിച്ച ദഅ്വാനിധികൾ, നമ്മുടെ പ്രവർത്തകർ യൂണിറ്റുകളിലെ വീടുകളിൽ ദഅ്വാനിധിയുമായി സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ ബോക്സുകൾ ഏറ്റെടുക്കുകയും സംഘടനയുടെ പദ്ധതികളിലേക്ക് ആ ബോക്സിലൂടെ അകമഴിഞ്ഞ സഹായങ്ങൾ നൽകിയ നമ്മുടെ സോണിലെ നല്ലവരായ വീട്ടുകാർ, സഹോദരന്മാർ, പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അതിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ബോക്സുകൾ തിരിച്ചെടുത്തപ്പോൾ നമ്മുടെ യൂണിറ്റ് മുതൽ ജില്ല വരെയുള്ള മുഴുവൻ ഘടകങ്ങൾക്കും പ്രവർത്തന പദ്ധതികൾക്കായുള്ള ഫണ്ടുകൾ കണ്ടെത്തുവാൻ ആ ദഅ്വാനിധിയിലൂടെ നമുക്ക് സാധിച്ചു. സമയത്ത് പ്രസ്തുത വീട്ടുകാർ എന്തുദ്ദേശത്തോടു കൂടിയാണോ അതിലേക്ക് സംഭാവന നൽകിയത്, അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, SYS ഇന്നൊരു സമരമുഖത്താണുള്ളത്. കരിപ്പൂർ എയർപോർട്ട് നമുക്കറിയാം, മലബാറിൻ്റെ വികസനത്തിന് വളരെ വലിയ പങ്ക് വഹിച്ച കരിപ്പൂർ എയർപോർട്ടിനെ എന്തെല്ലാമോ പേര് പറഞ്ഞുകൊണ്ട്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആക്സിഡൻറ്റിന് പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എയർപോർട്ടിനെ അവഗണിക്കുവാൻ അധികൃതർ ശ്രമിക്കുകയാണ്. അതിനെതിരെ SYS സമരം പ്രഖ്യാപിക്കുകയും ഇതിനു മുമ്പായി കൊണ്ട് കുടുംബ സമരങ്ങളും അതേപോലെ പാതയോര സമരങ്ങളും നിൽപ്പ് സമരങ്ങളും നടത്തിക്കൊണ്ട് ഇപ്പോൾ സോൺ തലങ്ങളിൽ സമര സംഗമങ്ങളും നടത്തി വരികയാണ്. ആ സംഗമം കൂടി ഇവിടെ നടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സോണിലെ പ്രാസ്ഥാനിക നേതൃത്വം, കേരള മുസ്ലിം ജമാഅത്ത് പുത്തനത്താണി സോൺ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യരായ അലി ബാഖവി ആറ്റുപുറം അവരുകളാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സമരസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന കാര്യദർശി മുഹമ്മദ് സാദിഖ് വെളിമുക്ക് അവരുകളാണ്. അവരെയും ഈ സംഗമത്തിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ വേദി നിയന്ത്രിക്കുന്നത് പുത്തനത്താണി സോൺ SYS പ്രസിഡന്റ് ഫഖറുദ്ദീൻ സഖാഫി അവരുകളാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഫിനാൻസ് സെക്രട്ടറി KT അബ്ദുൽ മജീദ് ഹാജി അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമം വീക്ഷിക്കുന്ന മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും നേതാക്കളെയും അതുപോലെ മുഴുവൻ വീട്ടുകാരെയും ഈ സംഗമത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് അധ്യക്ഷൻ ഫഖറുദ്ദീൻ സഖാഫിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ആറ്റുപുറം ഉസ്താദ്, മറ്റു സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ പരിപാടി വീക്ഷിക്കുന്ന ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ.
ഒരുപാട് ഹൈറായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി ദഅവാനിധി എന്ന പേരിൽ നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ച ബോക്സുകൾ അത് വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് വിജയിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ ദുരിതകാലത്തും നമ്മുടെ ഓരോ കുടുംബവും ഓരോ വീട്ടുകാരും ദീനീ ദഅവത്തിന് കൈത്താങ്ങാവുന്ന രീതിയിൽ അതിനെ ഏറ്റെടുത്ത് പരിപൂർണാർത്ഥത്തിൽ വിജയിപ്പിച്ചു. യൂണിറ്റിൻ്റെയും സർക്കിളുകളുടെയും സോണുകളുടെയും ജില്ലയുടെയും അങ്ങനെ ഓരോ ഘടകത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകർന്നുകൊണ്ട് നിങ്ങൾ നൽകിയ ചെറുതും വലുതുമായ ഓരോ സംഖ്യകളും സഹായങ്ങളും ദാനധർമ്മങ്ങളും അതിന് നിങ്ങൾക്ക് പകരമായി ഇതിൻ്റെ സംഘാടകർക്ക് നൽകാനുള്ളത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെയും സാദാത്തുകളുടെയും ഇതിൻ്റെ ആത്മാർത്ഥമായി ഇതിന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും ദുആകൾ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് ആ സംഖ്യകൾ നൽകുമ്പോഴും ആഗ്രഹിച്ചതും തിരിച്ച് നിങ്ങൾ ആശിച്ചതും ദുആ മാത്രമാണെന്ന് നമുക്കറിയാം. ദഅവാനിധിയുടെ ബോക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ ഓരോ വീട്ടിലും എത്തുമ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ആ വീട്ടുകാർ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പേപ്പറുകളിൽ എഴുതി അത് മേൽഘടകത്തിന് കൈമാറിയിട്ടുണ്ട്. ഓരോന്നും ഇവിടെ പറയാൻ സമയമില്ല. ഓരോരുത്തരും വലിയ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈമാൻ സലാമത്തായി മരിക്കാനും ഇബാദത്തിന് ഭംഗം വരുന്ന രോഗങ്ങളില്ലാതെ അതിൽ നിന്ന് കാവൽ കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാർ, മറ്റു ബന്ധുമിത്രാദികൾ, സംഘടനാ പ്രവർത്തകർ, നേതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർക്കൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മാരകമായ രോഗങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന എത്രയോ ആളുകൾ, കിഡ്നി രോഗം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മറ്റു വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് പോസിറ്റീവായി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മാനസിക രോഗങ്ങൾ കൊണ്ട്, അപസ്മാരം തുടങ്ങിയവയെ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകൾ, മക്കളുടെയും ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വിവാഹങ്ങൾ ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, കടം കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വീടില്ലാത്ത ആളുകൾ, വീട് നിർമ്മാണം ആരംഭിച്ചത് പൂർത്തിയാവാൻ പ്രയാസപ്പെടുന്നവർ, അതുപോലെ കച്ചവടത്തിലും കൃഷിയിലും ബിസിനസ്സുകളിലും മറ്റ് ഏർപ്പാടുകളിലൊക്കെ പുരോഗതിയും ബർക്കത്തുണ്ടാവാൻ, നിലനിൽക്കാൻ വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, മക്കളില്ലാത്തവർ, അതുപോലെ ഉള്ള മക്കൾ നന്നാവാൻ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ, അവർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, പ്രവാസ ലോകത്ത് വലിയ വിഷമങ്ങൾ നേരിടുന്നവർ, ജോലി സംബന്ധമായ പേപ്പറുകളും മറ്റും ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നല്ല ജോലി ലഭിക്കാനും ഉള്ള ജോലി നിലനിൽക്കാനും അതുകൊണ്ട് ഹലാലായ വരുമാനം കിട്ടാനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഞാനിവിടെ പറഞ്ഞതും പറയാത്തതുമായ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ വീട്ടിൽ കിട്ടാൻ വേണ്ടി, ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഓരോ വിഷയങ്ങളും ബഹുമാനപ്പെട്ട ആറ്റുപുറ ഉസ്താദിനോട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകൾ നമുക്ക് ദുആ ചെയ്തു തരും.
നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അജയ്യമായ നേതൃത്വം നൽകുന്ന നമ്മുടെ ആറ്റുപുറ ഉസ്താദ്, ഞങ്ങൾ ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഉസ്താദിനോട് ആ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്, ദുആ ചെയ്യിക്കാറുണ്ട്. തുടർന്നും നിങ്ങളെല്ലാവരും നിങ്ങളെ സമീപിക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തിന്, നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ ദുആ മജ്ലിസിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആറ്റുപുറ ഉസ്താദിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുർ റഹീമീനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
നമ്മൾ ഓതിയതും ചൊല്ലിയതും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മഹാന്മാർ, മശായിഖന്മാർ അവരൊക്കെ ഹദ്റത്തിലേക്ക് നമ്മുടെ ഈ മഹത്തായ അമലിന്റെ സവാബിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ മദദും അവരെ ജാഹും അവരെ ബർക്കത്തുമുള്ള അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യുകയാണ്. ഇവിടെ ദുആ ചെയ്യുന്നത് പ്രധാനമായി നമ്മുടെ മഹത്തായ സംഘടനാ പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത സംഘടനാ ഗുണകാംക്ഷികളും സംഘടനാ മുഹിബ്ബീങ്ങളും അതിനോട് ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളും അവർക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ് ഇവിടെ നടക്കുന്നത്. സംഘടന എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഈ ലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും രണ്ട് ജീവിതമാണ് നമുക്കുള്ളത്. ഈ ലോകത്തെ ജീവിതം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ജീവിതം അവസാനിക്കും. അതിനാണ് മരണം എന്ന് പറയപ്പെടുന്നത്. മരണം എന്ന് പറഞ്ഞാലും അത് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉഖ്റവിയായ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആ ജീവിതത്തിലേക്ക് കടന്നാൽ പിന്നീട് നമുക്ക് മരണമില്ല. പിന്നെ നമുക്ക് കാലാകാലവും നമുക്ക് ജീവിതമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അത് സന്തോഷത്തിലും റാഹത്തിലും ആകുക എന്നത് നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമാണ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമൂഹത്തിനെ സമുദ്ധരിച്ചും സമൂഹത്തിന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും സമൂഹം ഇടപെടേണ്ട കാര്യങ്ങളിൽ നേതൃത്വം നൽകി ഇടപെടുകയും സമൂഹത്തിനെ അത്താണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിയന്ത്രണം ശരിക്ക് കൃത്യമായി നിർവഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടന. ആ സംഘടന അത് നമ്മുടെ ഉപ്പയാണ്, അത് നമ്മുടെ ഉസ്താദാണ്, അത് നമ്മുടെ ഷെയ്ഖാണ്, അത് നമ്മുടെ എല്ലാമാണ്. ആ നിലക്ക് സംഘടന നിലനിൽക്കുന്നു. സംഘടനയുടെ ലക്ഷ്യം അതാണ്. ഈ ഉമ്മത്തിനെ സമുദ്ധരിക്കണം. ഈ ഉമ്മത്ത് ഈ ലോകത്തും രക്ഷപ്പെടണം, നാളെ പരലോകത്തും രക്ഷപ്പെടണം. അതിനാവശ്യമായതൊക്കെ പ്രവർത്തിക്കാൻ സാധാരണക്കാർക്ക് എല്ലാ മേഖലയിലും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സമൂഹത്തിന് ചെയ്യേണ്ടതായ ബാധ്യതകൾ ഏറ്റെടുത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി നമ്മെ നാമാക്കി മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സംഘടനാ നേതൃത്വം. അതുകൊണ്ട് നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടവരാണ്. നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാം ഘടകം ജമിയത്തുൽ ഉലമയാണ്. റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന പണ്ഡിത സഭയാണ് നമ്മുടെ പരമാധികാര നേതൃത്വം നമുക്കുള്ളത്. അതിൻ്റെ കീഴിലാണ് എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നത് ആ ആലിമീങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് മുമ്പിൽ ഈ വിഷയങ്ങളുമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടന, പ്രത്യേകിച്ച് നമ്മുടെ SYS, അതിൻ്റെ പുത്തനത്താണി സോൺ തല കൂട്ടായ്മയിലാണ് ഇന്ന് ഈ ദുആ സമ്മേളനം നടക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമായ എല്ലാ ഇടപെടലുകളും നമ്മുടെ പ്രസ്ഥാനം നടത്തും. അതിന് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നാം നിൽക്കണം. അതിന് മാനസികമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ആത്മീയമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ദുആകളിൽ ആ സംഘടനയുടെ ഇസ്സത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ആ സംഘടനയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സംഘടന ആവശ്യപ്പെട്ട ഒരു ദഅവാനിധി അത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് വലിയ സംഭാവന നൽകിയവരാണ് നമ്മുടെ ഈ സോണിലുള്ള പ്രവർത്തകർ, ജില്ലയിലുള്ള പ്രവർത്തകർ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദാനധർമ്മങ്ങൾ മുഴുവനും അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും സംഘടന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഉദാഹരണം, സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടല്ലോ, കരിപ്പൂരിന്റെ ചിറകരിയരുത് എന്ന
മുദ്രാവാക്യത്തിൽ സമരപ്രഖ്യാപനം നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട സംഗതികൾ നമ്മുടെ നേതൃത്വമാകുന്ന സംഘടന മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സമരവും അള്ളാഹു വിജയിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലായി നീട്ടി പറയുകയല്ല. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ജീവിച്ച് നല്ലതുപോലെ മരിച്ച് നല്ലതുപോലെ പരലോകത്ത് ഒരുമിച്ചുകൂടി ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ആളുകളായി മാറണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഈ മഹത്തായ കൂട്ടായ്മയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഭിന്നമായ മനസ്സ് മാറരുത്, ചിന്തകൾ മാറരുത്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പരിഹരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുന്നത്തി ജമാഅത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെ പരിഹരിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. നമ്മുടെ മറ്റ് അയൽവാസി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. മക്കൾ മറ്റുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കട്ടെ. അതിനൊക്കെ ഈ സംഘടനക്ക് നമുക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി ആവശ്യമായത് ചെയ്തു തരാൻ സംഘടനാ നേതൃത്വത്തിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ നിലക്ക് ആവശ്യമായ സഹായ സൗകര്യങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ ثواب ما قرأناه وما صليناه إلى حضرة النبي المصطفى محمد وإلى حضرات رواه آله وأهل بيته وخلفائه وأزواجه وأصحابه وعترته وإلى حضرات رواه جميع مشايخنا وأساتذتنا وإلى حضرات رواه جميع أقربائنا وإلى حضرات أرواح المقربين وإلى حضرات ملائكة الله المقربين. اللهم زد كراماتهم، اللهم أعل درجاتهم وبجاههم وبحقوقهم توفنا مسلمين والحقنا بالصالحين. أرحم الراحمين ആയ പടച്ചവനെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി അമ്പിയാക്കളെ ഔലിയാക്കളെ മുൻനിർത്തി ഞങ്ങൾ ഉയർത്തുന്ന കൈകളെ നീ തട്ടല്ല അല്ലാഹ്. ഞങ്ങൾ ഈ ദുആ ചെയ്യുമ്പോൾ പടച്ചവനെ ഈ ദുആയിൽ ഞങ്ങളെ ദ്വാരന്ന് കൊടുക്കേണ്ട ആളുകളാണ്. ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ഓരോ വീട്ടിലുമുള്ള ഞങ്ങളുടെ അനുഭാവികൾ, ഞങ്ങളുടെ സ്നേഹ ജനങ്ങൾ, അള്ളാഹു അവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാഹ്. അവരെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. കൊറോണ മഹാമാരിയിൽ ഒരാളെയും പെടുത്തല്ല അല്ലാഹ്. ഒരു മഹാമാരി രോഗങ്ങളും നൽകല്ല അല്ലാഹ്. എന്തെങ്കിലും രോഗവിഷമങ്ങളുള്ളവർ മുഴുവനും നീ ശിഫയാക്കി കൊടുക്കണമല്ല. ക്യാൻസർ ശിഫയാക്കണമല്ല, കിഡ്നി രോഗം ശിഫയാക്കണമല്ല, ഹാർട്ട് രോഗം ശിഫയാക്കണമല്ല, മറ്റുള്ള വേദന വിരുദ്ധങ്ങൾ സുഖപ്പെടുത്തണമല്ല. അതുപോലെ കുടുംബത്തിന്റെ ഭാര്യ മക്കളെ രോഗങ്ങൾ ശിഫയാക്കണമല്ല. കുടുംബത്തിൽ ഒരുമയും സ്നേഹവും നിലനിർത്തണമല്ല. കല്യാണങ്ങൾ ശരിപ്പെടുത്തണമല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ല. നടന്ന കല്യാണങ്ങൾ റാഹത്ത് ആയി നിലനിർത്തണമല്ല. തീരുമാനിച്ചത് ഭംഗിയായി വിജയിപ്പിക്കണമല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല. ഞങ്ങളെ സംഘടന ഒരുപാട് വീട് പണികൾക്ക് നേതൃത്വം നൽകുന്നു. പടച്ചവനെ അതിന് ഫണ്ട് തരുന്നവരെ നീ സഹായിക്കണമല്ല. അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല. ഒരുപാട് പാവങ്ങളെ കണ്ണീരപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല. തൗഫീഖ് നൽകണമല്ല. പടച്ചവനെ ഞങ്ങൾ പറയുന്നത് മുഴുവനും ഏറ്റെടുക്കുന്ന ഞങ്ങളെ ബന്ധപ്പെട്ടവരെ നീ എല്ലാ നിലക്കും ഏറ്റെടുക്കണമല്ല. അവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കണമല്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണമല്ല. അയൽവാസി പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണമല്ല. വീടുണ്ടാക്കാൻ ഒരു 5 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകണമല്ല. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കുടുംബങ്ങളും മക്കളും ബന്ധപ്പെട്ടവരും കഷ്ടപ്പെടുകയാണ്. അവരെ കഷ്ടപ്പാടുകൾ തീർക്കണമല്ല. നാട്ടിലും പുറം നാട്ടിലും ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ല. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണമല്ല. ശമ്പളം കിട്ടാത്തത് നൽകണമല്ല. പടച്ചവനെ അവർക്കൊരു പ്രയാസവും നൽകല്ല. പട്ടിണി എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല. സലാമത്താക്കണമല്ല. സലാമത്താക്കണമല്ല. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണമല്ല. ഞങ്ങളെ സംഘടനാ നേതൃത്വത്തിന് നല്ല ഇസ്സത്തോടെ പ്രവർത്തിക്കാൻ ഭാഗ്യം നൽകണമല്ല. ഈ ദൈവാനിധിയിൽ ആരൊക്കെ എന്തെല്ലാം സംഭാവന നൽകിയത് മുഴുവനും കബൂലാക്കണമല്ല. കബൂലാക്കണം റഹ്മാനെ. പടച്ച റബ്ബ് ഇന്ന് കൂട്ടായ്മകൾക്ക് പറ്റൂലല്ലോ കൊറോണ കൊണ്ട്. അതുകൊണ്ട് വീട്ടിലിരുന്ന് ദിക്റുകളും സലാത്തുകളും ഹദറത്തുൽ ബജ്രിയയും എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നല്ലവരായ ആളുകൾ എല്ലാവരും ചൊല്ലണം.
ആ ചൊല്ലുന്ന ദിക്റുകൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വലിയ സമൂഹത്തിൽ ജമാഅത്തിൽ കൂടുതൽ വെച്ച് ചെയ്യുന്ന പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണം അല്ലാ, നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ മഹത്തായ ദൈവാനിധിയിൽ സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണമല്ല, സഹായിക്കണമല്ല, സഹായിക്കണം റഹ്മാനെ. അതുപോലെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ കിറ്റ് കൊടുക്കാന്, അങ്ങനെ ഭക്ഷണം നൽകാന്, അതുപോലെ കോവിഡ് പിടിച്ച് മരണപ്പെട്ടവരെ മറമാടുന്ന ശുശ്രൂഷ കർമ്മങ്ങൾ ചെയ്യാന് ഞങ്ങളെ സാന്ത്വനം വളണ്ടിയർമാർ അവർക്ക് മുഴുവനും നീ സംരക്ഷിക്കണം അല്ല. ഒരു ആപത്ത് മുസീബത്തിലും പെടുത്തല്ല അല്ല. നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ, രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ദൈവാനിധി വലിയ നിധിയായി നാളെ പരലോകത്തിലേക്കുള്ള ധർമ്മമാക്കണം അല്ല, ധർമ്മമാക്കണം അല്ല. അതുപോലെ പലരുടെ ഉമ്മാരും ഉപ്പാരും മരിച്ചുപോയി പുറത്തു കൊടുക്കണം അല്ല. കുടുംബത്തിൽ പലരും മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണം അല്ല. അവരെ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കണം അല്ല, സ്വർഗം നൽകണം അല്ല. കൊറോണ വന്നോ അല്ലാത്ത നിലക്കോ ഏത് നിലക്ക് മരിച്ചാലും അല്ലാഹുവേ ഖബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കണം അല്ല, റാഹത്തിലാക്കണം അല്ല. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് സമാധാനം നൽകണം അല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ എയർപോർട്ടല്ല എന്തൊരു അവഗണന വരുത്തുന്ന സാഹചര്യങ്ങൾ മുഴുവനും പരാജയപ്പെടുത്തി ഞങ്ങളുടെ നാട്ടിൽ പുരോഗതി നീ വർദ്ധിപ്പിക്കണമല്ല. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഇവിടെ കൊണ്ടുവരണമല്ല. പഠിച്ചവരെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല, വിജയിപ്പിക്കണമല്ല, ഇസ്സത്ത് നൽകണമല്ല, റാഹത്ത് നൽകണമല്ല, സന്തോഷം നൽകണമല്ല. ഈ ദുആയിൽ വളരെ പ്രതീക്ഷയോടുകൂടി കൈ ഉയർത്തി ആമീൻ പറയുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബങ്ങൾ, ചെറിയവർ, വലിയവർ, പ്രായമുള്ളവർ, അല്ലാഹു എല്ലാവരുടെ മനസ്സിലെ വിഷമങ്ങളും തീർത്ത് സന്തോഷവും റാഹത്തും നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ദുആയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ, രക്ഷപ്പെടുത്തണം റഹ്മാനെ, രക്ഷപ്പെടുത്തണം തമ്പുരാനെ, റാഹത്തിലാക്കണം തമ്പുരാനെ, ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. പല ആളുകളുടെയും പേര് പറയും. ചിലർ അധികം കൊടുത്തയച്ചിട്ടുണ്ട്, ചിലര് കോളേജിൽ കർമ്മം കൊടുത്തയച്ചിട്ടുണ്ട്, ചിലര് കിറ്റ് കൊടുക്കാൻ പൈസ തന്നിട്ടുണ്ട്, ദൈവാനിധിക്ക് പൈസ തന്നിട്ടുണ്ട്, പല നിലക്കും. അതുപോലെ തന്നെ പല സഹായങ്ങളും പല ഭാഗത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങോട്ട് വിളിച്ചന്വേഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചിലര് സംഭാവന തന്നിട്ട് പറയും, ഉസ്താദ് എവിടെ ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത് അവിടെ കൊടുത്തോളി, ഞങ്ങൾക്ക് തൃപ്തിയാണെന്ന് പറഞ്ഞ് വലിയ വലിയ സംഭാവനകൾ അല്ലാഹു പള്ളിപ്പണി നടക്കുന്നുണ്ട്, മദ്രസന്റെ പണി നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളിലേക്ക് നീ ഒന്ന് നോക്കണം അല്ലാ, നോക്കണം അല്ലാ. ഞങ്ങളെ ഒരു ചില്ലിക്കാശ് കൊണ്ട് ഈ സംഘടനയെ ആര് സഹായിച്ചിട്ടുണ്ടെങ്കിലും പടച്ച റബ്ബ് അവർക്ക് 10 മടങ്ങ് ഏറ്റി കൊടുക്കണമല്ല, ഏറ്റി നൽകണമല്ല. ഇനിയും ഇത്തരം സംരംഭങ്ങൾ വരുമ്പോ നിങ്ങളെ കുട്ടികളെ രോഗം മാറാൻ, നിങ്ങളെ വിഷമങ്ങൾ തീരാൻ, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ തീരാൻ, മക്കളെ ജോലി ശരിപ്പെടാൻ, എല്ലാം പരീക്ഷ പാസ്സാകാൻ, എന്തെല്ലാം ഉദ്ദേശം ഇതിനൊക്കെ നിങ്ങൾ നിയ്യത്താക്കി ഹദിയ ചെയ്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നിങ്ങൾ ഇട്ടാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉസ്താദുമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തിയമായതിന് ഉപകരിക്കുന്ന വഴിക്ക് മാത്രമാണ് അത് ചെലവാക്കുക. ആ ചെലവാക്കുന്നത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിൽ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ, ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅനാ അയ്ദിയനാ റാഗിബീന റാജീന ഇലൈക മുതവസ്സിലീന ബിഅംബിയായിക വഅൗലിയായിക ഖുസൂസൻ ബിഹഖി ശഫീൽ വറാ റസൂലില്ലാഹി വനസ്തജിബു ദുആനാ വലാ തുഖയ്യിബ് റജാഅനാ വലാ തറുദ്ദനാ മഅൽ ഖായിബീൻ. അല്ലാഹുമ്മ സബ്ബിത്നാ അലൽ ഹഖ്, അല്ലാഹുമ്മ അൻസുർനാ അലൽ ഹഖ്. ഈ കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഈ ഉമ്മത്തിനെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. എല്ലാ മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ അത് മുഴുവനും നീ തീർത്തു തരണം തമ്പുരാനെ. സമാധാനം നിലനിർത്തി തരണം തമ്പുരാനെ. ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ദുആ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ ദുആ നമുക്ക് വേണ്ടി
ഈ സംഘടനയ്ക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കരിപ്പൂരിൻ്റെ ചിറകരിയാൻ അനുവദിക്കുകയില്ല എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സമരങ്ങളുടെ ഭാഗമായി സോൺ തല സമരസംഗമത്തിൽ അല്പസമയം സംസാരിച്ചുകൊണ്ട് നമ്മളോട് സംവദിക്കുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക്. ആദരവുകളോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കരിപ്പൂരിൻ്റെ ചിറകരിയാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുന്നി യുവജന സംഘം സമര രംഗത്താണുള്ളത്. മലബാറിൻ്റെ വികസന സ്വപ്നങ്ങളുടെ ചിറകരിയാനുള്ള ഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ ശബ്ദമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. 1988 മുതൽ പൊതുമേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടക്കം മുതൽ തന്നെ വിവാദത്തിൻ്റെ ചിറകിലേറിയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. 1988 മുംബൈ കാലിക്കറ്റ് ആഭ്യന്തര സർവീസ് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയ എയർപോർട്ട് വ്യത്യസ്ത കാലങ്ങളിലെ വികസനങ്ങളുടെ ഭാഗമായി അന്താരാഷ്ട്ര വിമാനത്താവളമായി വികസിച്ചു വരികയും പൊതുമേഖലയിൽ വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ കരിപ്പൂർ എയർപോർട്ടിനെതിരായുള്ള നീക്കങ്ങൾ വ്യത്യസ്തമായ കാലയളവിൽ അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ നടന്നു വരുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ മാസം 7-ാം തീയതി ഉണ്ടായ ദൗർഭാഗ്യകരമായ വിമാന ദുരന്തം. ആ ദുരന്തത്തിൻ്റെ മറവിൽ കരിപ്പൂരിനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള വളരെ ഗൂഢമായ നീക്കങ്ങൾ നടന്നു വരികയാണ്. വൈഡ് ബോഡിയുടെ എയർക്രാഫ്റ്റ് നിരോധിച്ചുകൊണ്ട് DGCA നിർദ്ദേശം നൽകുകയും വളരെ നല്ല രീതിയിൽ നടന്നു വരുന്ന വിദേശ സർവീസുകൾ, വലിയ വിമാനങ്ങളുടെ സർവീസുകൾ അവയെല്ലാം നിർത്തലാക്കുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് ഒരൊറ്റപ്പെട്ട അല്ലെങ്കിൽ ആകസ്മികമായ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിപ്പൂരിൽ ആദ്യമായല്ല വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ നിരോധിക്കുന്നത്. 2015 വിമാനത്താവള വികസനത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയും വിമാനത്താവള വികസനത്തിന് വേണ്ടി, റൺവേ വികസനത്തിന് വേണ്ടി വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെച്ചിരുന്നു. കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് റൺവേ വികസന പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ചു. വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളും അതുപോലെ അതിൻ്റെ സുരക്ഷിതത്വവും എല്ലാം ഉറപ്പുവരുത്തി. അതേസമയം വൈഡ് ബോഡിയുടെ എയർക്രാഫ്റ്റുകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ DGCAയുടെ ഭാഗത്തു നിന്നോ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യം. 2017-18 കാലയളവിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് വീണ്ടും വലിയ വിമാനങ്ങൾ അനുവദിക്കാൻ അധികാരികൾ തയ്യാറായത്. SYS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനം, സംഘടനകൾ അന്ന് ശക്തമായ സമരരംഗത്തിറങ്ങുകയും ആ സമരത്തിന് ഫലം കാണുകയും ചെയ്തിരുന്നു. 2018-19 പുതിയ വിമാനങ്ങൾ അനുവദിക്കുകയും അത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ആകസ്മികമായ ദുരന്തമുണ്ടായത്. ആ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ വിമാനങ്ങൾ ഒരു കാലനിശ്ചയമില്ലാത്ത വിധത്തിൽ തന്നെ നിർത്തലാക്കുകയും ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കരിപ്പൂർ എയർപോർട്ട് സുരക്ഷിതമായ എയർപോർട്ട് അല്ല എന്നാണ് അധികാരികൾ പറയുന്നത്. അത് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സൗകര്യമില്ല, ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്, അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ വിവാദമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സുരക്ഷിതത്വമില്ലാത്ത ഒരു എയർപോർട്ടാണോ യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ട്? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു?
ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകത്ത് വിമാനത്താവളങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം മാർഗനിർദ്ദേശങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര വ്യോമയാന സംഘടന മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ ക്രമീകരണങ്ങളുടെ എല്ലാം കാര്യത്തിൽ വളരെ കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുള്ള എയർപോർട്ടാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് വളരെ കൃത്യമായ രേഖകൾ പറയുന്നുണ്ട്. മുന്നോട്ട് വെച്ചിട്ടുള്ള സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും ഈ എയർപോർട്ട് പാലിച്ചിട്ടുണ്ട്. മികച്ച ILS സംവിധാനം എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം ഒരുപക്ഷെ മറ്റു പല എയർപോർട്ടുകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഗ്രേഡ് 1 വരുന്ന ILS സംവിധാനം ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണിത്. റബ്ബർ വേസ്റ്റുമായി അല്ലെങ്കിൽ റബ്ബർ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിവാദം ഈ സമീപകാലത്തുണ്ടായിരുന്നു. വിമാന ദുരന്തത്തിന്റെ കാരണം എയറോഡ്രാമിലെ റബ്ബർ ഡെപ്പോസിറ്റ് ആണ് എന്നൊരു വാദം ഉയർന്നു വന്നിരുന്നു. യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബർ ഡെപ്പോസിറ്റ് നീക്കം ചെയ്യാനുള്ള യന്ത്ര സംവിധാനങ്ങൾ കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. റൺവേയുടെ ഫ്രിക്ഷൻ പരിശോധിക്കാനുള്ള വളരെ കൃത്യമായ സംവിധാനമുണ്ട്. ആ ഫ്രിക്ഷൻ പരിശോധിക്കുകയും പല എയർപോർട്ടുകളെക്കാൾ മികച്ച രീതിയിൽ ഘർഷണ പരിശോധന നടത്തിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന സാഹചര്യം എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ലാൻഡിംഗ് സോൺ ലൈറ്റ് സിസ്റ്റം വളരെ കൃത്യമായി വിമാനം ലാൻഡ് ചെയ്യേണ്ടത് സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രധാനമാണ്. അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരം അത് വളരെ കൃത്യമായി എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ സമയബന്ധിതമായി തന്നെ DGCA ഓരോ എയർപോർട്ടിൻ്റെയും, രാജ്യത്ത് ഓരോ എയർപോർട്ടിൻ്റെയും സുരക്ഷ സംബന്ധിച്ച ഓഡിറ്റിംഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഓഡിറ്റിങ്ങിന് കാലിക്കറ്റ് എയർപോർട്ടും വിധേയമായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഘട്ടത്തിൽ പോലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സുരക്ഷയാണ് കരിപ്പൂരിൻ്റെ വൈറ്റ് ബോഡിഡ് എയർക്രാഫ്റ്റ് ഇറങ്ങുന്നതിൻ്റെ തടസ്സം, വളരെ അരക്ഷിതമായ പ്രശ്നങ്ങളുള്ള ഒരു എയർപോർട്ടാണ് എന്ന പ്രചാരണം സത്യത്തിൽ നിരർത്ഥകമാണ്. ഒരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ അത്തരമൊരു സാഹചര്യത്തെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു? അവിടെയാണ് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. അന്താരാഷ്ട്ര വിമാന കമ്പനികൾ വളരെ കൃത്യമായ പരിശോധന എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകൾ പ്രത്യേകിച്ച് 2015 വികസനത്തിന് ശേഷം ലോകപ്രശസ്തമായിട്ടുള്ള വിമാന കമ്പനികൾ, സൗദി എയർലൈൻസും ഇത്തിഹാദും ഖത്തർ എയർവേസും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഈ എയർപോർട്ട് എത്രത്തോളം സുരക്ഷിതമാണ്, അവിടെ വൈറ്റ് ബോഡി ഫ്ലൈറ്റുകൾക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്ന് 2015 ശേഷമുള്ള വികസനത്തിലും നേരത്തെ വൈറ്റ് ബോഡിഡ് എയർക്രാഫ്റ്റുകൾ ഇറങ്ങി തുടങ്ങിയ സന്ദർഭങ്ങളിലും വളരെ കൃത്യമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനകളിലെല്ലാം സംതൃപ്തി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു എയർപോർട്ടാണ് കരിപ്പൂർ എയർപോർട്ട്. ബോയിങ് കമ്പനി, അമേരിക്കയിലെ ബോയിങ് കമ്പനി ആവശ്യമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം അവകാശപ്പെടാവുന്ന ഒരു എയർപോർട്ട് ഇത്രത്തോളം അപകടകരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികളുണ്ട്. ആ താല്പര്യങ്ങളെയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി തിരിച്ചറിയേണ്ടത് എന്നാണ് സംഘടനയ്ക്ക് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ പലപ്പോഴും കോടതിയിൽ വരെ ഈ എയർപോർട്ട് സുരക്ഷിതമല്ല എന്ന പേരിൽ അടച്ചുപൂട്ടണമെന്ന തരത്തിലേക്ക് വരെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് പുറകിലുള്ളത്? ചില മാധ്യമങ്ങൾ ഈ പ്രചാരണത്തിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നു. പ്രമുഖരായ ചില വ്യക്തികളുടെ പോലും സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ വിമാന ദുരന്തം നടന്ന തൊട്ടുടനെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെ പ്രതികരണങ്ങളിൽ കരിപ്പൂർ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ അനുവദിച്ചതാണ് പ്രശ്നം എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെട്ടത് ചെറിയ വിമാനമാണ്. അതിൻ്റെ പേരിൽ വലിയ വിമാനങ്ങൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിമാന ദുരന്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. അത് സംബന്ധിച്ച കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒട്ടും ശരിയല്ല. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നമുക്കറിയില്ല. അത് പൈലറ്റിന് സംഭവിച്ചിട്ടുള്ള പിഴവായിരുന്നോ, സാങ്കേതിക തകരാറായിരുന്നോ എന്നത് സംബന്ധിച്ച അന്വേഷണം പുറത്തു വരണം. പക്ഷേ അത്തരത്തിലുള്ള ഒരന്വേഷണത്തെയും കാത്തു നിൽക്കാതെ ധൃതി പിടിച്ചുകൊണ്ട് എയർപോർട്ടിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതിൽ ചില സ്വകാര്യ വാണിജ്യ താല്പര്യങ്ങളുണ്ട്. അധികാരികളെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയുടെ വളർച്ചയോ മുന്നേറ്റമോ ഒട്ടുമല്ല പ്രധാനം. അതിനേക്കാൾ കൂടുതൽ സ്വകാര്യ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെയും വ്യക്തികളുടെയും താല്പര്യങ്ങൾ, അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ, കച്ചവട താല്പര്യങ്ങൾ,
അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന അധികാരി വർഗങ്ങളുണ്ടാകുമ്പോൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ ഒട്ടും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പരിസരത്തെ എയർപോർട്ടുകൾ പരിശോധിക്കുമ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. വളരെ നേരത്തെ തന്നെ മുംബൈ ലോബിയെക്കുറിച്ചും വടക്കേ ഇന്ത്യൻ ലോബിയെക്കുറിച്ചും എയർപോർട്ട് സംബന്ധിച്ച വിവാദത്തിൽ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ ഓർക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒട്ടും ആശാവഹമല്ലാത്ത ചില നീക്കങ്ങൾ കരിപ്പൂർ എയർപോർട്ടിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. എന്ത് വില കൊടുത്തും കരിപ്പൂർ എയർപോർട്ട് സംരക്ഷിച്ചേ പറ്റൂ. കാരണം അത് മലബാറിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ്, മലബാറിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രശ്നമാണ്, മലബാറിന്റെ വാണിജ്യ താല്പര്യമാണ്. ദ ഗേറ്റ് വേ ഓഫ് മലബാർ എന്നറിയപ്പെടുന്ന കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ പ്രദേശത്തിന്റെ വികസന രംഗത്തുണ്ടാക്കിയിട്ടുള്ള വളർച്ചയിലെ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. നമുക്കറിയാം, മലബാർ മേഖല പലപ്പോഴും വ്യാവസായിക രംഗത്ത് അത്ര പുരോഗമിച്ചിട്ടുള്ള പ്രദേശമല്ല. കഴിഞ്ഞ 32 വർഷമായി എയർപോർട്ട് നിലവിൽ വന്ന്, പ്രത്യേകിച്ച് അതിന് അന്താരാഷ്ട്ര പദവി കിട്ടി, വിദേശ സർവീസുകൾ ആരംഭിച്ചു, വലിയ വിമാനങ്ങൾ വന്നു. ഇത്തരം സന്ദർഭങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തിന്റെ വാണിജ്യ രംഗത്ത്, കാർഷിക രംഗത്ത് വളരെ വലിയ മികവുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വിളയിച്ചെടുക്കുന്ന ഒരുപാട് വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിനും പ്രദേശത്തിന്റെയും വികസനത്തിനും വലിയ സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതാണ് കരിപ്പൂർ നശിക്കുന്നതോടുകൂടി, അതിൻ്റെ ചിറകൊടിയുന്നതോടുകൂടി സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രദേശത്തിൻ്റെ വികസനത്തെക്കുറിച്ച് താല്പര്യമുള്ള എല്ലാ ആളുകളും ശക്തമായി ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. ആ ശബ്ദമാണ് SYS ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സമരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് സൂചിപ്പിച്ചു. പൊതുമേഖലയെ സംരക്ഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്വമാണ്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിൽ 7ാമത് സ്ഥാനം കരിപ്പൂർ എയർപോർട്ടിനുണ്ട്. മുഴുവൻ യാത്രക്കാരെയും പരിഗണിക്കുന്ന സമയത്ത് 12ാമത് സ്ഥാനം കരിപ്പൂർ എയർപോർട്ടിനുണ്ട്. വലിയ ലാഭം രാജ്യത്തിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 2017-18 കാലയളവിൽ മാത്രം 92 കോടി രൂപയാണ് കരിപ്പൂർ എയർപോർട്ടിന്റെ പ്രവർത്തന ലാഭമായിട്ടുള്ളത്. 2019-20 എത്തുമ്പോൾ അതിനേക്കാൾ വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാഭം മാത്രം തരുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന വിമാനത്താവളങ്ങളിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. എല്ലാം വിറ്റു തുലക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സംഘത്തിന് പക്ഷേ ഇത് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. വിമാനത്താവളങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്ന് സ്വകാര്യ കമ്പനികൾക്ക്, വ്യക്തികൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നാം ജനകീയമായ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് കരിപ്പൂർ എയർപോർട്ട് അതിന് അന്താരാഷ്ട്ര പദവിയോടെയും അതിൻ്റെ മികച്ച മുഴുവൻ സൗകര്യങ്ങളോടെയും നിലനിന്നേ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. മറ്റൊരിടത്ത് പ്രവാസികൾ അവർ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുകയും അവർ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വെക്കുകയും അല്ലെങ്കിൽ ഈ എയർപോർട്ടിനെ ആശ്രയിച്ചുകൊണ്ട് യാത്ര ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ, പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾ, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ നാണ്യം നേടിത്തരുന്നിടത്ത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നിടത്ത് വലിയ സംഭാവനകൾ അർപ്പിക്കുന്ന പ്രവാസികളുടെ സ്വപ്നങ്ങളുടെ ചിറകരിയാൻ നമുക്ക് വയ്യ. ലക്ഷക്കണക്കിന് പ്രവാസികൾ യാത്രക്ക് വേണ്ടി എയർപോർട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രവാസികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് 1992 മുതൽ കരിപ്പൂരിൽ നിന്ന് വിദേശ സർവീസുകളുണ്ട്. 2006 അതിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നതെങ്കിൽ പോലും 92 മുതൽ തന്നെ പ്രവാസികൾ ആശ്രയിക്കുന്ന എയർപോർട്ട് എന്ന അർത്ഥത്തിൽ അവരുടെ താല്പര്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മലബാർ മേഖലയിൽ നിന്ന് ഹജ്ജ്, ഉംറ തീർത്ഥാടനത്തിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടാണ്. ഓരോ വർഷവും 10,000-കണക്കിന് ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നതിനും ഉംറ നിർവഹിക്കുന്നതിനു വേണ്ടി ഈ എയർപോർട്ടിനെ ആശ്രയിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് നിരവധി കാലത്തെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കാലിക്കറ്റിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കാലിക്കറ്റിലെ വൈഡ് ബോഡിയുടെ എയർക്രാഫ്റ്റുകൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും കൂമ്പടഞ്ഞു പോകും. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. വീണ്ടും നെടുമ്പാശ്ശേരി ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. അടുത്ത ഡിസംബർ മാസം തൊട്ട് കണ്ണൂരിൽ നിന്ന് വിദേശ സർവീസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ, വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുമതിക്കപ്പെട്ടില്ല എങ്കിൽ
സംഭവിക്കാൻ പോകുന്നത് ഇത്തിഹാദ് പോലെയുള്ള സൗദി എയർലൈൻസ് പോലെയുള്ള വലിയ വിമാന കമ്പനികൾ സ്വാഭാവികമായും കണ്ണൂരിലേക്ക് ചുവടുമാറും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ കരിപ്പൂരിന് വീണ്ടും നിവർന്നു നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടെ തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിനെ ഒരു ആഭ്യന്തര എയർപോർട്ടാക്കി മാറ്റാനുള്ള ഗൂഢമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ മറ്റൊരു വശത്ത് നടക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വികസന സ്വപ്നത്തെയും രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികളുടെ സ്വപ്നത്തെയും തീർത്ഥാടകരുടെ സ്വപ്നത്തെയും എല്ലാം വിഷമത്തിലാക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിൽ പ്രാദേശിക വികസന താല്പര്യമുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഓരോ വിഷയങ്ങളിലും ബോധ്യമുള്ള, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്ന ഓരോ വ്യക്തികളും അണിനിരക്കേണ്ടതുണ്ട്. SYS മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തിൽ തീർച്ചയായിട്ടും സമാന മനസ്കരായ ആളുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നല്ല സമര നിര തന്നെ കെട്ടിപ്പടുക്കാൻ വിജയം വരെയുള്ളൊരു സമര മുന്നേറ്റം തന്നെയാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. 2017-18 കാലയളവിൽ നടന്നിട്ടുള്ള സമരത്തിലൂടെ നേടിയെടുത്തത് തന്നെയാണ് എയർപോർട്ടിൻ്റെ നിലവിലുള്ള സാഹചര്യമെങ്കിൽ സമരരംഗത്തെ വിജയത്തിനു വേണ്ടി തീവ്രമായ യത്നങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. ഏറ്റവും സ്നേഹാദരമായ അലിബക്കർ ഉസ്താദ്, മറ്റ് സംഘടനാ നേതാക്കൾ, നമ്മുടെ ദൈവാനിധി പ്രാർത്ഥന സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വന്യരായ ഉസ്താദ് അവറുകൾ നമ്മുടെ സോണിലെ പ്രവർത്തകർ ഏൽപ്പിച്ച ലിസ്റ്റുമായി വായിച്ച് മനസ്സിലാക്കി വിശദമായി നമുക്കൊക്കെ ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഉസ്താദ് എല്ലാ സദസ്സിലും ദുആ ചെയ്യുമെന്ന് വാക്കു നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ ഈ സമരസംഗമത്തിൽ നമുക്ക് വിഷയം അവതരിപ്പിച്ച് നമ്മുടെ സ്റ്റേറ്റ് നേതൃത്വം സ്വാദിഖ് മാസ്റ്റർ വഴി നമുക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വന്യരായ ഉസ്താദ് അവർക്കും നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി സ്വാദിഖ് മാസ്റ്റർ അവർക്കും ഈ സദസ്സ് നിയന്ത്രിച്ച നമ്മുടെ സോൺ നേതാക്കൾ, അതുപോലെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തി അധ്യക്ഷാനുമതിയോടുകൂടി 3 സ്വലാത്ത് ചൊല്ലി ഈ സദസ്സ് പിരിയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.